ഞാനിപ്പോൾ വരാമേ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ആളില്ലേ? മെമ്പറില്ലേ മോളെ? ഇല്ല. ഞാനേ ഇവിടെ ഒരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യാനുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണം. അതിന് ഞാൻ മെമ്പറെ കാണാൻ വേണ്ടി വന്നതാ. നമ്പർ ഒന്ന് തരാമോ മെമ്പറുടെ? എൻ്റെ നമ്പർ ഇതിലുണ്ട്. ഒന്ന് വിളിക്കാൻ പറയുമോ വന്നു കഴിഞ്ഞാൽ? എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി. ശരി കേട്ടോ, പോ. ഒരു നമ്പർ ഉണ്ടേ. അത് ഫോൺ നമ്പർ അല്ലേ? ഓ, ആ ഫോൺ നമ്പർ വെച്ച് ഒരു പുതിയ നമ്പർ നമ്പർ നമ്മുടെ മെമ്പർ അമ്പിളിക്കുട്ടനുണ്ടല്ലോ, അവനെ പൂട്ടാൻ ഞാനൊരു കളി കളിക്കാം. എന്ത് കളി? കബഡി. ഒന്നും മിണ്ടാതിരിടേ. മിണ്ടായിരിക്കും കുറച്ചു നേരം. ഞാനേ ഒരു നമ്പർ ഒന്ന് പ്രയോഗിക്കാന്ന് വിചാരിക്കണം. എന്താ കാര്യം പറ. അത് വിജയിച്ചു കഴിഞ്ഞാൽ അമ്പിളിക്കുട്ടന്റെ കാര്യം ഇതോടുകൂടി പോക്കാം. ഇപ്പോ ഈ സ്ത്രീ സാങ്ഷന് വേണ്ടി വന്നല്ലോ, ഈ നമ്പറിൽ ഞാൻ ആ പെണ്ണുപിള്ളിയെ വിളിക്കും. ഞാൻ മെമ്പർ അമ്പിളിക്കൂട്ടനായിട്ട് വിളിക്കും. എന്നിട്ട് അവരുടെ ബിൽഡിങ്ങിന് സാങ്ഷൻ ഞാൻ ശരിയാക്കി തരാം. ഒരു 10,000 രൂപ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറയും. അവർക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നമുക്ക് എടുത്തൂടെ? ഓ, നീ ഒന്നും മിണ്ടാതിരി. എന്താ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണല്ലോ പഞ്ചായത്ത് കലാമേളയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. 3:30 മണി കഴിഞ്ഞു. അപ്പൊ അമ്പിളിക്കുട്ടൻ വീട്ടിൽ കാണില്ലല്ലോ. കാണൂല. മറ്റവള് മാത്രമല്ലേ കാണൂ, രാഖി. കാണൂല. അപ്പോഴേക്ക് ഈ സ്ത്രീ കാശുമായിട്ട് ഇവിടെ വരുമ്പോ നമ്മൾ ആ സമയം ഇവിടെ കാണും. കാശ് രാഗി കയ്യിലോട്ട് അങ്ങ് മേടിക്കുക. അവൾ ഇച്ചിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തില് കാശ് കയ്യിൽ മേടിക്കുന്നത് നമ്മൾ ചാടി വീഴുന്നു, പിടിക്കുന്നു, ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടുന്നു. മെമ്പർ അമ്പിളിക്കുട്ടൻ ഈ വീടിന്റെ സാങ്ഷന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു. ഈ ഐഡിയ ഒക്കെ കൊള്ളാം. ഇത് വർക്കൗട്ട് ആവൂ? വർക്കൗട്ട് ആവാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കണേ. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വയ്യാത്തോണ്ടല്ല. പക്ഷെ നിങ്ങൾ പണ്ട് ഇതുപോലെ ഒരു കൈക്കൂലി കേസ് എന്ന് പറഞ്ഞ് അവസാനം മൊബൈലിലൊക്കെ പിടിച്ചിട്ട് നാറിയത് ഓർമ്മയുണ്ടല്ലോ. അത് പിന്നെ അവളെ ബന്ധുവാണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. ഇതിപ്പം ഒരു പരിചയമില്ലാത്ത ഒരാൾ സാങ്ഷന് വേണ്ടി വന്നതാണല്ലോ. ഇതിപ്പോ കാര്യം സാധിക്കാനുണ്ട്. അപ്പൊ ഇത് അമ്പിളിക്കുട്ടനെ നമ്മൾ ഈ ഇതിട്ടങ്ങ് പൂട്ടും. അതോടുകൂടി ആ മെമ്പർ അമ്പിളിക്കുട്ടൻ എല്ലാം അവസാനിച്ച് തിരിച്ച് ഗൾഫിലേക്ക് പോകും. പിന്നെ അങ്ങോട്ട് പുതിയ ഇലക്ഷനായി. അപ്പൊ കുറെ പിരിവായി. പിരിവെന്നുള്ള ചിന്ത മാത്രമേ നിനക്കുള്ളൂ അല്ലേ? പിരിക്കാം. ഞാനതല്ല, അങ്ങനെ ക്ലീറ്റോ വീണ്ടും മെമ്പർ ആവണത് ആലോചിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കും. Alien versus Alien.